ഈ കിഷോറേട്ടന് സീമ ചേച്ചിയുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയാം, ഇത്ര നാളത്തെ പരിചയമുണ്ട്. പക്ഷെ മോഹൻലാൽ അറിയാത്ത മോഹൻലാലിന്റെ നായികയാണ് സീമ ചേച്ചി എന്നുള്ളത് ചേട്ടനറിയാം? എനിക്കറിയില്ല. മോഹൻലാലിനും അറിയില്ല. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അറിയില്ലായിരിക്കാം. അതായത് നമ്മുടെ ലാലേട്ടന്റെ നായികയാണ് ഈ സീമ ചേച്ചി. ലാലേട്ടൻ അറിയില്ല. നായിക എന്നൊന്നും പറയില്ല ആൾക്കാര്. എന്തൊക്കെയോ ചിലപ്പോ ഇത് ഏത് പടവാന്നൊക്കെ ചിന്തിച്ചു പോകും. ഇപ്പൊ തന്നെ ആളുകൾ ആൾക്കാരല്ല, ഞാനും ചിന്തിച്ചു ഏത് പടം ആദാമിന്റെ വാരിയലായിട്ടാണ് അഭിനയിച്ചെന്ന് പറഞ്ഞു. അങ്ങനൊന്നും അല്ല കേട്ടോ, അങ്ങനെ കളിയാക്കുമെന്ന്. അടുത്തടുത്ത് തെളിയിക്കാൻ പോവാ. അടുത്തടുത്തെന്ന് പറഞ്ഞ സിനിമയില് അടുത്തടുത്ത് സത്യൻ അന്തിക്കാട് സാറായിരുന്നു ഡയറക്ടർ. അതിനകത്ത് റഹ്മാനുണ്ട്, അഹല്യ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ വൈഫായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 16-17 വയസ്സ് കാണുമായിരിക്കും. അത്രേ ഉള്ളൂ. എത്രാമത്തെ പടം ഇത്? ഇല്ല, ഞാൻ തുടങ്ങിയേ ഉള്ളൂ. അപ്പം ഒരു കുഞ്ഞിന്റെ ഒരു കുഞ്ഞിന്റെ ആണോ 2 കുഞ്ഞിന്റെ എന്തോ ഒരു ആണെന്ന് തോന്നുന്നു. കുഞ്ഞിന്റെ അമ്മയായിട്ട് ഇപ്പൊ അഹല്യക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി പ്രണയിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ലാലേട്ടനെ കാണാൻ വരുമ്പം ബെല്ലടിക്കുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഞാനാണ് പുള്ളിയുടെ ഭാര്യ ചെയ്തു. അപ്പോഴാണ് ഈ വിവരം അറിയുന്നതും പിന്നെ ഇവർക്കാകെ ഒരു തകർച്ച വരുന്ന കൺഫ്യൂഷൻ ഉണ്ടാവുന്നതും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് വരെ, കാരണം അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ പുള്ളി പറയില്ലേ പണ്ട് നമ്മൾ അടുത്തടുത്ത്. ആ സമയത്ത് ലാലേട്ടൻ ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. അല്ല, ഉണ്ട്, ലാലേട്ടൻ അറിയാം. പക്ഷെ ഇത് ചിലപ്പം ഞാനാണോ എന്നുള്ളത് അന്ന് ഈ സീമാജി അറിയില്ലല്ലോ. പിന്നെ മഹാസമുദ്രത്തിലാണ് ചെയ്തത്, ലൈലയുടെ സിസ്റ്ററായിട്ട്. അത് ലാലേട്ടനാണല്ലോ, അത് ലാലേട്ടൻ അറിയാം ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അല്ല നായികയോ നീമ്മ പറഞ്ഞ എന്നെ പേടിപ്പിക്കാറ്. ഞാൻ എന്തായാലും അങ്ങനെ തന്നെയാണ് മനസ്സിലായി. മോഹൻലാലിന്റെ നായിക സീമാജി നായർ. ഞാൻ ഈ ലാലേട്ടനോട് ചോദിക്കും, ലാലേട്ട അടുത്തടുത്തൊരു സിനിമയിലെ അഭിനയിച്ചിട്ടുണ്ടോന്ന് ചോദിക്കണേ ഉറപ്പായിട്ട്. എന്നിട്ട് എന്നാ പറഞ്ഞെന്ന് എന്നോട് പറയാം. ഈ ലാലേട്ടൻ സീമ ചേച്ചി ഈ കഥ പറഞ്ഞപ്പോഴാണ് മമ്മൂക്കയുടെ മുന്നിൽ അക്ഷരം വിഴുങ്ങിയ ഒരാളാണ് ഇദ്ദേഹം. ആണോ? അക്ഷരം ഇനി കണ്ടാലും ഞാൻ വിഴുങ്ങും. അക്ഷരം കണ്ടാലല്ല, മമ്മൂക്ക കണ്ടാൽ വിഴുങ്ങും. അയ്യോ, അതെന്താന്ന് വെച്ചാ ഒരു നിമിഷം സ്തബ്ധനായി പോയി, അല്ലെങ്കിൽ എന്ന് പോയി എന്റെ ബാല്യം എന്ന് പറയുന്ന പോലെ. എന്തായിരുന്നു സംഭവം? അല്ല, അതെന്റെ രണ്ടാമത്തെ സിനിമ. എന്റെ ആദ്യ സിനിമ യൂത്ത് ഫെസ്റ്റിവലായിരുന്നു. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് തസ്കര വരെ മമ്മൂക്കയുടെ കൂടെ. അപ്പൊ നമുക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളെ നമുക്ക് എന്താ പറയാ, നമുക്കൊരു വലിയൊരു ഹിമാലയ പർവ്വതം നിൽക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര് അറക്കളം ബേബി എന്നാണ്. എനിക്കൊരിക്കലും അദ്ദേഹത്തിന് അറക്കളം ബേബിയായിട്ട് കാണാൻ പറ്റില്ല. ഞാനിങ്ങനെ മമ്മൂക്ക നിൽക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് അവനിപ്പം ഞങ്ങൾ 3 പേര്, ഇപ്പം എല്ലാത്തിലും പഠിത്ത മമ്മൂക്കയ്ക്ക് 3 ഗാങ് പോലെ കാണും. അപ്പം ഞങ്ങൾ 3 പേരായിരുന്നു. ഞാൻ, ബിയോൺ, അച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സീനിൽ മമ്മൂക്കയുടെ കൂടെ കോംബോ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മളിങ്ങനെ 3 പേരുണ്ട്, മമ്മൂക്കയുണ്ട്. ഏതൊരു ഡയലോഗ് പറയണം. ഞാൻ ഡയലോഗൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പത്മശ്രീ മമ്മൂട്ടിയുടെ മുമ്പിൽ നിന്നിട്ട് ഡയലോഗ് പറയുന്നു. പക്ഷെ ഡയലോഗൊന്നും പുറത്തേക്ക് വന്നില്ല, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ വന്ന അഭിനയം. കാരണം നമുക്ക് തൊണ്ടയൊക്കെ വരണ്ട് പോയിട്ട് നമുക്ക് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. ക്ലാപ്പുണ്ട്. അതും കൂടി പേടിയായോ? ക്ലാപ്പ് പേടിയില്ല, കാരണം ഞാൻ ഒരുപാട് ക്ലാപ്പ് അടിച്ചിട്ടുണ്ട്. ക്ലാപ്പൊന്നും എനിക്ക് പേടിയില്ല. എനിക്ക് മമ്മൂക്ക മാത്രമേ ഉള്ളായിരുന്നു പ്രശ്നം. പക്ഷെ എന്നാലും നമ്മൾ തോന്നക്കൽ പഞ്ചായത്തിൽ അരികൾ കുറച്ച് പറക്കി. ഇല്ല, അരി പെറുക്കണമെങ്കിൽ ഒരു അരി പുറത്തേക്ക് വരണ്ടേ, എന്നാലേ പെറുക്കാൻ പറ്റുള്ളൂ. പുറത്തേക്ക് അരി വരുന്നില്ല. തോന്നക്കൽ പഞ്ചായത്തിൽ അരി മുഴുവൻ അരിയൊന്നും വരുന്നില്ല. സത്യം.